എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഐസ് ഹോൾഡിംഗ് ചലഞ്ച്. യെസ്, അപ്പൊ ഇന്ന് നമ്മളൊരു കിടിലൻ ചലഞ്ചാണ്, ഐസ് ഹോൾഡിംഗ് ചലഞ്ച്. ഓക്കെ, ശരി. ഐസ് ഹോൾഡിംഗ് എവിടെയാണ്? അതായത് കയ്യിലാണ് നമ്മൾ ഐസ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇനി അതിന് പണിഷ്മെന്റ് എന്താണെന്നറിയോ? അമ്മ ഇപ്പൊ ഞെട്ടും കേട്ടോ. ഒരുപാട് നാളായിട്ട് നിങ്ങൾ എല്ലാരും നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചലഞ്ച് ഏതെന്നറിയോ? ബാക്ക് കാനിങ് ചലഞ്ച്. സോ ഗൈസ്, ഒരു കാര്യം പറഞ്ഞേക്കാം, ബാക്ക് കാനിങ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുക തീർന്നിരിക്കുകയാണ്. കാരണം ബാക്ക് കാനിങ് എന്ന് പറയുന്നത് നല്ല വേദനയുള്ള പരിപാടിയാണ്. അപ്പൊ ബാക്ക് കാനിങ് വെച്ച് നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? ഇവിടെ നന്നാന്നില്ല. ഓക്കെ, അപ്പൊ ബാക്ക് കാനിങ് ആണ് ഇന്നത്തെ പണിഷ്മെന്റ്. അപ്പൊ ഇതിന്റെ റൂളൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഓ, കുറെ സംഭവം ഉണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കണം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ചിലേക്ക് പോവാണ്. അമ്മൂട്ടെ, ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഹോൾഡിംഗ് ചലഞ്ച് ആണ്, മനസ്സിലായല്ലോ. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റൂളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് മുന്നേ നല്ല മഴ ഇടിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഈ ചലഞ്ച് നല്ല സെറ്റ് ആക്കണം, നമുക്ക് ചെയ്തു തീർക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പറയാം. അപ്പൊ ഇതിന്റെ റൂള് പറഞ്ഞുതരാം. അതായത് ഐസ് ക്യൂബ് ഉണ്ട്, അത് ചെറിയ ഐസ് ക്യൂബ് ഒന്നും അല്ല, കാണിച്ചു തരാം. അപ്പൊ ഈ ഐസ് ക്യൂബ് നമ്മുടെ കയ്യിലേക്ക് വെക്കുക. കാരണം ഒരു കയ്യില് രണ്ട് കയ്യിലും വെക്കണം. സോ രണ്ട് കയ്യിലും ഐസ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തുമ്പോഴത്തേന് ഒരു പാട്ട് പറയും. ഈ ഒരു പാട്ട് പാടി തീർക്കണം രണ്ടുപേരും. അതായത് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാട്ടിന്റെ ഒരു ലൈൻ പറയും, ആ ലൈൻ ഒരു ടൈം പറയും. അതായത് 2 3 തവണ പാടണമെന്ന് ഞാൻ പറയും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇഷ്ടം. ഇപ്പൊ നിനക്ക് എത്ര തവണ എന്നോട് പറയണോ അത്ര തവണ നിന്നോടും പറയാം. അപ്പൊ അത്രയ്ക്കും അത്രയും ടൈം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് പണിഷ്മെന്റ്? യെസ്, അപ്പൊ അതാണ് ബാക്ക് കാനിങ് കിട്ടാൻ വേണ്ടി പോകുന്നത്. റെഡി? അടി ഉറപ്പാണ്. അപ്പൊ ഈ ഐസ് ഹോൾഡിംഗ് എന്നൊക്കെ ഇപ്പൊ ഞാൻ തള്ളി മറിക്കുന്നുണ്ട്. ഐസ് ഹോൾഡിംഗ് വിത്ത് സോങ് ചലഞ്ച് വിത്ത് ബാക്ക് കാനിങ് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വരേണ്ടത്. ഐസിൽ പൊതിഞ്ഞ് പാട്ട് സോ അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ നമ്മളിവിടെ നമ്മുടെ ചലഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ചലഞ്ചിനുള്ള സാധനം എടുക്കണ്ടേ? എടുത്തിട്ട് പോകാൻ കൂട്ടി. അപ്പൊ സാധനമൊക്കെ ഇവളിപ്പോ എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് കാണാം. ഇതാണ് ഇതെന്താ അറിയോ? പണിഷ്മെന്റ് എനിക്കും ചലഞ്ച് വെക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം നമുക്കറിയാം. പക്ഷെ നമുക്കിഷ്ടം കാണിച്ചു തരാം. വാ, ഞങ്ങൾക്കുള്ള സാധനം ഇവിടെ റെഡിയാണ് കേട്ടോ. ഐസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഐസ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 എണ്ണം ഉണ്ട്. 2 കയ്യിലും ഒരേ അളവിലാണ് നമ്മൾ ഐസ് സെറ്റ് ആക്കിയേക്കുന്നത്. അപ്പൊ ഈ ഐസ് എടുക്കുക, കയ്യിൽ വെച്ചോണ്ടിരിക്കുക. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാം, ഐസ് താഴെയിട്ട് പൊട്ടിച്ചേക്കരുത്. കാരണം ഇത് 2 പേർക്കുള്ള സംഭവമാണ്. അടി വീണാൽ ഐസ് വീഴരുത്. അപ്പൊ നമ്മള് നേരെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ വരും? ഐസ് ഹോൾഡിംഗ് വരും, സ്റ്റിക്ക് വെച്ചിട്ടുള്ള ബാക്ക് കാനിങ് വരും, പാട്ട് വരും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളുടെ ഇടയിൽ ആർക്കാണ് പാട്ട് പാടാൻ കഴിവുണ്ട്? വെള്ളത്തിൽ ചവിട്ടാൻ വേണ്ട. കഴിഞ്ഞ നമ്മുടെ ഈ അതായത് നോ എക്സ്പ്രഷൻ ചലഞ്ച് ഇല്ലേ, ആ ചലഞ്ച് നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും കാണണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്നെ മുളക് പൊടി തീറ്റിച്ച്, ഉപ്പ് തീറ്റിച്ച് എല്ലാം സ്റ്റാർട്ടിങ് ഞാനായിരുന്നു. അല്ല, നിനക്ക് പിന്നെ കുഴപ്പമില്ല, കാരണം ഇവർക്ക് കുറച്ചുകൂടെ ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അനുഭവിച്ചത് ഞാനാണ്. അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചലഞ്ച് ഇവർക്ക് കൊടുത്താലോ? നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ തുടങ്ങാം. അപ്പൊ ഇത് ഞാൻ എടുത്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നീ തന്നെ മതി. എന്നാ പിന്നെ ആയിക്കോട്ടെ. അമ്മൂടി ഐസൊക്കെ വെള്ളമായി തുടങ്ങി കേട്ടോ. ഐസ് എടുത്തോ? ഇതിന്ന് നീ തന്നെ നമ്മൾ ഐസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അമ്മൂന്റെ അഭ്യർത്ഥന പ്രകാരം ഫസ്റ്റ് ഞാൻ തന്നെ പിടിച്ചിരിക്കാം. അതായത് എത്ര തവണ നിനക്ക് പറയാം, ഇപ്പഴേ സഹിക്കുക. ആ ഓക്കെ, ഇത് കൺട്രോൾ ദൈവമേ, ഇത് പറഞ്ഞു. എത്ര പാട്ടാ? ഏത് പാട്ടാ? മായോ? അല്ല, അങ്ങനല്ല, ഒരു പാട്ട് പറയണം. അത് എത്ര തവണ പറയണമെന്ന് പറയാം. ഈ ഒന്നും അറിയത്തില്ല കേട്ടോ.
എനിക്ക് ചലഞ്ചേ മനസ്സിലായില്ല. എടി അങ്ങനല്ലടി, ഒരു പാട്ട് പറയ്. ആ പാട്ട് ഇവിടെയാണോ ഞാൻ വീഡിയോ എടുക്കാൻ? നീ ഒരു പാട്ട് പറ, അത് ഞാൻ എത്ര തവണ പാടണമെന്നും പറയണം. പിന്നെ കല്യാണ കച്ചേരി പാടാമേടി എത്ര തവണ? നീ ഒരു 5 തവണ പാടിക്കാം. കല്യാണ കച്ചേരി പാടാമേടി, കച്ചേരി കേറാനും പോരുന്നോടി. അത് ബാക്കി അറിയത്തില്ല. കല്യാണ കച്ചേരി പാടുന്നോടി, പാടുന്നോടിയല്ല പാടാമേടി. കല്യാണ കച്ചേരി പാടാമേടി, 2 ലൈൻ മാത്രം പോരാ. കച്ചേരി കേറാനും പോരുന്നോടി. എന്റെ അടി കിട്ടുന്നല്ല കാണിക്കുന്നത്. കരയുന്നല്ലടി, ഇത് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. യോ എന്റെ കാമേ, കൈയെല്ലാം മരവിച്ചു. നിനക്ക് തരാട്ടാ. അതിന്റെ ഇടയ്ക്ക് ഇവളുടെ ഒരു അന്യ അടി ആയിപ്പോയി കേട്ടോ. ഇവൾക്കുള്ളത് നമുക്ക് കൊടുക്കാം. കാരണം എന്തറിയോ, ഇതുണ്ടല്ലോ. പാട്ട് പറഞ്ഞിട്ട് പിടിക്കാൻ തുടങ്ങാം. പാട്ട് പറഞ്ഞിട്ടോ? അത് വേണ്ട, ഇവ എനിക്ക് പേടിയാണ്. താഴെ ഇടരുത്. ഇവളുടെ കുഞ്ഞ് കൈ നിൽക്കുന്നുമില്ല. വേഗം വേണേ. റെഡി? ഇല്ല, കുറച്ചു നേരം എനിക്ക് സമയം വേണം. പാട്ട് ആലോചിച്ചു. പാട്ട് പറഞ്ഞപ്പോ പാട്ട് എന്തുവാണേ? ആദ്യമേ നശിപ്പിച്ചു കേട്ടോ. എന്തേ? ഞാനൊന്ന് ഇത് വിട്ടുതേ ഞാൻ തരും. ഇല്ല, ഇപ്പൊ കൊണ്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. തരാനുള്ള കൊടുക്കാനുള്ള കൊടുക്കണം. എനിക്കെന്നെ പിടിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ഉണ്ട് കേട്ടോ സാധനം. ഓക്കെ, റെഡി? കുറച്ചേരം അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് നല്ലോണം കൈപ്പിടി. എനിക്ക് താഴെ വെക്കല്ലടി എന്റെ അമ്മൂട്ടി. നീ ചാലഞ്ച് എന്തൊരു കഷ്ടം. നീ എന്തീ കാണിക്കുന്നേ? ഇവിടെ എന്തോ നീ കാണിക്കുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്ലോഗ് ഇവിടെ ഞാൻ ക്യാൻസൽ ആക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ ബാക്ക് ക്യാനിങ് മേടിച്ചു. അങ്ങനെ പിടിക്കരുത്. ഇവളെന്തോന്നൊക്കെയാണ് കാണിക്കുന്നത്? നീ എന്തോ കൈസ്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ഫൗളാകട്ടോ. കൊറേ നേരമായി. പിടി. പാട്ട് ഞാൻ പറയാം. ഞാൻ പറയാം. നീ അത് കയ്യിലൊന്ന് പിടിക്കോ? ഇത് പിടിച്ചോണ്ടിരുന്നിട്ട് എനിക്ക് എന്റെ കൈ വരെ എടുക്കുന്നത്. ഞങ്ങൾ ഇത്രയും ടാസ്ക് ആണെന്ന് വിചാരിച്ചില്ല. ഓക്കെ, റെഡി? ഹോൾഡ് ചെയ്തോ? സാറേ സാറേ സാമ്പാറേ. ഇല്ലെന്ന് കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ല. പിടിച്ചോണ്ടിരിക്കണേ, പിടിച്ചോണ്ടിരിക്കാ പാട്. റെഡി? സാറേ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഹോൾഡ് ചെയ്ത്. ഇവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. കിട്ടിയാ? ഇത് ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ റൗണ്ടില് അമ്മുവിന് എത്ര കിട്ടി? 3. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ട് നീ തന്നെ നിക്കണം. അല്ലല്ല, അടുത്ത റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടല്ല, ഇത് വെച്ചിട്ട് ഒരു 50 വരെ എണ്ണണം. ഓക്കെ, വേഗം പറയണേ. ഓക്കെ 50 വരെ എണ്ണിയില്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആയിക്കോ, അല്ലെങ്കിൽ ബാക്ക് ആയിരിക്കും. നിനക്ക് ഞാൻ തരുന്നുണ്ടാ. റെഡി? 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 പാട്ടോ 50 വരെ ആക്കണം. 50 21 പോയി. അപ്പൊ 21 ആകുമ്പത്തേന് എനിക്ക് ഇഷ്ടമുള്ള അത്രയും ആയിരിക്കണം ബാക്ക് ആൻഡ് ഞാൻ കൊടുക്കുക. റെഡി? എനിക്ക് വേദനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഐസ് ചലഞ്ച്? ടീച്ചറൊന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് സിമ്പിൾ ആണ്. നീ എനിക്ക് കൊറേ അടിയും തന്നു കയ്യിൽ നിന്നുണ്ട്. എന്റെ കൈ ചോറ് പറ്റുന്നുണ്ടോ? പറഞ്ഞോ. ഇത് വളരെ സിമ്പിൾ ആണ് ഗൈസ്. ഇത് ഹോൾഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കുന്നില്ലേ? ഓക്കെ, 1 തൊട്ട് 100 വരെ ഉണ്ട്.
നീ എനിക്ക് 50 ഒതുക്കിയില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. എന്റെ മോനെ എന്ത് ഐസ് ഹോൾഡിംഗ് ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും ഈസി ആണെന്ന് ഞാൻ വിചാരിച്ച. അങ്ങനല്ല, എന്തോ പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ വിചാരിച്ചില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്താലോ? എനിക്ക് പറ്റും തോന്നില്ല അത്. ഓക്കെ, നിനക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും? ഞാൻ പിന്നെയും വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ എനിക്ക് പറ്റും തോന്നുന്നു. അത് കേട്ടിട്ട് ഇനി അല്ല, നീ പറ, നിന്നെ കൊണ്ട് എത്ര ടൈം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു 15. പക്ഷെ ഞാനിപ്പോ ചലഞ്ച് ചെയ്യുന്നത്, അതായത് 15 തവണയല്ല, 1 2 3 അതന്നെ സ്പീഡിൽ പറയരുത്. അതായത് 1 2 3 4 എന്ന് വെച്ച് ഞാൻ എണ്ണും. ഇല്ല ഞാൻ എണ്ണും. അപ്പൊ അത്ര നേരം നിനക്ക് പിടിക്കാതെ, കാരണം നീയാ പറഞ്ഞ 15 ഇവിടെ പറഞ്ഞ 15 വരെ എണ്ണുന്ന വരെ നിൽക്കുമെന്ന് അല്ലേ? റെഡിയാണോ? ഓക്കെ. നോ ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെയാണോ ഇവിടെ പിടിക്കാൻ വേണ്ടി പോകുന്നത്? രണ്ടുകൂടെ ഒരുമിച്ച് പിടിക്കണേ. ഞാൻ പറയുന്ന ഓക്കെ ഓക്കെ റെഡി. അങ്ങോട്ട് അടുത്തേക്ക് അവരുടെ അടുത്തേക്ക്. ഇതാണ് വലിയ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 നീ എങ്ങനെ കാണിച്ചോണ്ടിരുന്ന പിന്നെ പറയാൻ പറ്റും. 14 പറഞ്ഞില്ല, 14. തോറ്റോ? കാരണം ഞാൻ എന്തറിയോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് 15 നിൽക്കൂന്ന് പറഞ്ഞു. പക്ഷെ ഓൾറെഡി ഞാൻ കുറച്ചൊന്ന് സ്ലോ ആക്കി കൊടുത്തതാണ്. എത്രത്തോളം ഇവൾക്ക് സ്റ്റാമിന ഉണ്ട് ഹോൾഡ് ചെയ്യാൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന്, എത്രത്തോളം പറ്റുമെന്ന് നോക്കിയത് കേട്ടോ. എങ്ങനെയുണ്ടാ മുട്ടി? നിനക്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ കളത്തിൽ ഇറങ്ങുകയാണ്. ഇനിയുണ്ടോ? പിന്നെ എന്ത് എന്നാ പറ. എന്നാ നിനക്ക് എത്ര പോകും? എനിക്കൊരു 50. എന്നാ എടുക്ക്. വരുന്നുണ്ട് മോനെ. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ ശരിക്കും പിടിച്ചാ 1 2 തോന്നിയ തരൂ 5 അങ്ങനെ ആക്കരുത്, അങ്ങനെ ആക്കരുത്. 7 പറ്റത്തില്ല. അടിക്കടി നീ എന്നെ വലിയ ആക്കുന്നുണ്ടല്ലോ. അൺസൈക്കബിൾ ഗൈസ്. എങ്ങനെയുണ്ടാ മുട്ടി? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൈ പിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റത്തെ എന്തിനാ ഇത്രയും? ലാസ്റ്റത്തെ ഞാൻ ഹോൾഡ് ചെയ്തതിന് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് അവസാനം എത്തിയപ്പോഴേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്നാലും പക്ഷെ എന്തെങ്കിലും ടാസ്ക് അല്ലേ, അങ്ങ് ഏറ്റെടുക്കണം. വല്ലാത്തൊരു ചലഞ്ചായി പോയിട്ടോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്താണ് പറഞ്ഞ നമ്മുടെ ഹൈസ് ഹോൾഡിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ബാക്ക് ഹാനിങ്ങിൽ നല്ല വേദനിച്ച? പിന്നെ ഞാനിപ്പോ തരാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ബാക്ക് ഹാനിങ് വിത്ത് ഹൈസ് ഹോൾഡിംഗ് ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബാക്ക് ഹാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല വേദനയുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞു ഇനി ഞങ്ങൾ ബാക്ക് ഹാനിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഇടുകയാണ് കേട്ടോ ബാക്ക് ഹാനിങ്. ഇനി അടിപൊളി മറ്റൊരു വെറൈറ്റി കണ്ടന്റുകളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, കുറെ പേര് ഇങ്ങനെ നമുക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം എല്ലാ വീഡിയോയും നമുക്ക് ചെയ്യണമെന്ന്
ആഗ്രഹമുണ്ട്, സമയം കിട്ടുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാസ്ക് ഒക്കെ വെച്ചിട്ട്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഡ്യൂട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ടൈം സെറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആവുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യും ഓരോരോ വീഡിയോ കേട്ടോ. അതുപോലെ നല്ല നല്ല ചലഞ്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇതിനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ കമന്റ് വരിക. അപ്പൊ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേന് നല്ല നല്ല വീഡിയോസ് നിങ്ങളെ കൊണ്ടുവരാം. നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മളും ചെയ്യും, നമ്മളും അടിച്ചു പൊളിക്കും. അപ്പോ നല്ല മഴയൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ. അയ്യേ അമ്മൂട്ടി, എന്താ ഇത്? കഴിച്ച് ഇത്ര നേരം ഇത് പറ്റുന്നില്ലേ? ഇതിന് നിനക്കത് ഇത്ര നേരം ഇത്ര നേരം ഞങ്ങക്ക് വീഡിയോ എടുത്തോണ്ട് വന്ന അമ്മയായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഇതെല്ലാം കണ്ട് ലാസ്റ്റ് അമ്മയ്ക്ക് കൈവച്ച് കൊടുത്തപ്പോഴത്തേന് പോയ പോക്കാണ് കേട്ടോ. എൻട്രൻസിൽ പോയി അതിന് വേണ്ടിട്ട് ഇവക്ക് ഇതെന്റെ അമ്മയെ തെളിച്ചിരിക്കുന്നു ഇന്നത്തോടെ. എനിവേ ബൈ 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 ബൈ.